അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു 3 ദിവസത്തെ പഴക്കമുണ്ട്. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 ദിവസമായിട്ട് അത് എടുത്ത് വെച്ചിട്ട് ഇതിന് ഇതുവരെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇനിയും 3-4 വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ മാറ്റി വെക്കുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ തീരെ മടി പാടില്ല. മടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ സെറ്റാവും ഗൈസ്, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോഴേ ഈ മയിൽപ്പീലി എനിക്കെൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് കിട്ടിയതാട്ടോ. അരിയൊക്കെ ഇട്ട് കൊടുക്കണം, കാരണം അടുക്ക് പ്രാവും മയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ അവരൊന്ന് തന്നിട്ട് പോയതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ ബുക്കിലുണ്ടായിരുന്ന ഒരു മയിൽപ്പീലിൻ്റെ കൂടെ വെക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് കേട് വന്നതാട്ടോ കിട്ടിയത്. അതിൻ്റെ പകുതി ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് പകുതി അട്ടപ്പത്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചത് വേറെയും നടന്നത് വേറെയും, അതായത് ഒരു ഫ്ലോപ്പ് വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അതായത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ 2 സുണ്ടുമണികളെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നതേ, എനിക്ക് മഞ്ഞ കളറുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ മഞ്ഞ ഫ്ലവർ, ഡ്രസ്സ്, അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മഞ്ഞ എന്ത് കിട്ടിയാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങളങ്ങ് വാങ്ങി. വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാട്ടോ. അങ്ങനെ ഈ 2 കുണ്ടുമണികളെ കഴുകണമല്ലോ. അപ്പോൾ ഇതിലിട്ടിട്ട് ശരിക്കും കഴുകാനൊന്നും പറ്റില്ല, എന്നാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ ബൗളെടുത്തുകൊണ്ട് പോയി കഴുകി വീണ്ടും കൊണ്ടുവന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോണത് ഈ സാധനം ഉണ്ടല്ലോ, ഈ കണ്ണി ഓറഞ്ച്, ഇതിനെ ഞാൻ അരിഞ്ഞിട്ട് സ്ക്വീസ് ചെയ്തിട്ട് ജ്യൂസാക്കിയിട്ട് കഴിക്കാമെന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, ഞാനിതിനെ അരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ റൗണ്ട് ഷേപ്പ് കണ്ടപ്പോൾ എനിക്കൊട്ടും അതിനെ സ്ക്യൂസ് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. അത് ഞങ്ങളോട് പറയാം. ഇങ്ങനെ ഞാൻ എൻ്റെ ആയുധമെടുത്തു. എൻ്റെ ആയുധത്തിന് ഈ ഉണ്ടുമണികളെ ഇരയാക്കാൻ പോവുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാലും അരിയണമല്ലോ. അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള സാധനം കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം നോക്കി നിങ്ങളെയും കൂടെ കാണിച്ചെന്ന്. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് കുറച്ച് ഹാർഡാണ് കേട്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടോ അരിയണതൊക്കെ. അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ ബാക്ക് സൈഡത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടാണ്. അതാണ് സംഭവം ഫ്ലോപ്പിൻ്റെ തുടക്കം. ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റർ പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അരിഞ്ഞ് വെക്കുന്നത്. അപ്പോൾ അതങ്ങനെ അരിഞ്ഞ് വെച്ച് നല്ല റൗണ്ട് ഷേപ്പാക്കി. കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. ഈ ടയർ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫ്രൂട്ട്സ് കൂടുതൽ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ ബാക്കിലുള്ള 2 ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇതൊക്കെ ആദ്യം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യമൊക്കെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിക്ക് നല്ല വൃത്തിക്കൊക്കെ വെച്ച്. അപ്പോൾ അനിയന്മാരുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പിന്നെ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോവാത്തത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലോപ്പിൻ്റെ തുടക്കം വെച്ചു. അതിലോട്ട് അങ്ങോട്ട് സ്ക്വീസ് ചെയ്തു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. അത് സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള മൊത്തം സ്ക്വീസ് ചെയ്താലും ആ ഗ്ലാസ് നിറയില്ല. പക്ഷെ അത് ഞാൻ ആദ്യമേ ചിന്തിച്ചില്ല. അപ്പോൾ അത് മൊത്തം സ്ക്വീസ് ചെയ്തപ്പോൾ എൻ്റെ അനിയും ചോദിച്ചേടി എനിക്കെന്താ വട്ടുണ്ടോയെന്ന്. പക്ഷെ എനിക്കത് കത്തില്ല ഗൈസ്. ഞാനത് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് കുറച്ച് നേരം നോക്കി നിന്ന് അവസാനം ഞാൻ അങ്ങോട്ട് കുടിച്ച്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഫ്ലോപ്പായിട്ടോ. അരിഞ്ഞ് വെച്ചപ്പോൾ ഇത് കുടിച്ചതല്ല എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉണ്ണി. അപ്പോൾ ഞാൻ ഓനിക്കൊന്ന് കൊടുത്ത്. ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് നല്ല വൃത്തിക്കും മെനക്കൊക്കെ നല്ല ചന്ദ്രൻ്റെ ഷേപ്പാക്കിയിട്ടൊക്കെ അരിഞ്ഞ് വെച്ച് നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടോ. അങ്ങനെ ഞാനതിനെ കുറച്ച് നേരം കാണാൻ വെച്ചു. ഇനി മയിൽപ്പീലിൻ്റെ കാര്യം പറയാം കേട്ടോ. ഇവിടെ പ്രാവിനും അതുപോലെ മയിലിനൊക്കെ കൂടിയിട്ട് അരി ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത് വന്നിട്ട് തിന്നിട്ട് പോകാറാണ് പതിവ്. മയിൽപ്പീലൊന്നും അങ്ങനെ പൊഴിച്ചിട്ട് പോകാറൊന്നും ഇല്ല. പിന്നെ ഇവിടെ അങ്ങനെ മയിലൊന്നും വരുന്ന പ്രദേശമല്ല കേട്ടോ. ഞങ്ങളങ്ങനെ അരിയിട്ട് കൊടുക്കുന്ന കാരണം വന്ന് താണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയതാട്ടോ ഈ മയിൽപ്പീലി. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടോ, എൻ്റെ കൂടെ ഒന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മയിൽപ്പീലി എനിക്ക് കിട്ടും എവിടെ പോയല്ലെന്നറിയോ, എൻ്റെ മാമിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ മയിൽപ്പീലൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ പീലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അത് സ്ഥലം ചാലശ്ശേരിയിലാട്ടോ. വീട്ടിൽ തന്നെ അങ്ങനെ കുറേ മയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂരിൽ നിന്നൊക്കെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഈ അമ്പലത്തേക്കൊക്കെ പീലി കൊണ്ടുപോകില്ലേ, അതിന് വേണ്ടിയിട്ട് പറക്കി കൊണ്ടുപോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. അങ്ങനെ കയറ്റ് ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇനി ഉമ്മാക്കും അനിയന്മാർക്കും ഞങ്ങളൊക്കെ കൂടെ തിന്നണം. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കട്ടോ. അപ്പോൾ അങ്ങനെ കയറ്റ് ഗൈസ്, നിങ്ങൾക്ക് ഈ ഉണ്ടുമണീനെ അരിഞ്ഞ് നല്ല ഭംഗിയൊക്കെ ആക്കിയത് ഇഷ്ടമായതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടോ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.